നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രമീകൃതമായിട്ടുള്ള നമ്മുടെ ബൈബിൾ വായനയിൽ ഇന്ന് നാം 2 ശമൂവേലിലെ സംഭവങ്ങളെ ആത്മീയമായി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 4 സങ്കീർത്തനങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. 2 ശമൂവേൽ 8 ദാവീദ് ചുറ്റുമുള്ള ജാതികളെ കീഴടക്കുന്നതും 2 ശമൂവേൽ 9 മെഫീബോശേത്തിനോട് കാണിച്ച ദയയും 2 ശമൂവേൽ 10 അമ്മോന്യരോടും അരാമ്യരോടും നടത്തിയ കഠിന യുദ്ധവും നാം കാണുന്നു. ഈ ചരിത്ര സംഭവങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ സങ്കീർത്തനങ്ങൾ ആ സംഭവങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തെ എന്താണ് പഠിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 50, 53, 60, 75 ഈ 4 സങ്കീർത്തനങ്ങൾ ചേർന്ന് 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യഥാർത്ഥ ആരാധന ഏതാണ് എന്ന സങ്കീർത്തനം 50ഉം ലോകം എന്തുകൊണ്ടാണ് കൂടുതൽ അധംപതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സങ്കീർത്തനം 53ഉം നിരാശയുടെയും പരാജയത്തിൻ്റെയും സമയങ്ങളിൽ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്ന് സങ്കീർത്തനം 60ഉം ചരിത്രത്തെയും മനുഷ്യരാജ്യങ്ങളെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് സങ്കീർത്തനം 75ഉം നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 50ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ സങ്കീർത്തനം ആസാഫ് എഴുതിയതാണ്. ഇത് അതിമഹത്തായ ഒരു ന്യായവിധി സഭയുടെ ദൃശ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. പരമ ന്യായാധിപനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷികളായി വിളിച്ചുകൂട്ടി തൻ്റെ നിയമ ജനത്തെ തൻ്റെ മുൻപിൽ ഹാജരാക്കുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം, ദൈവം ആദ്യം വിജാതീയരെ അല്ല, തൻ്റെ സ്വന്തം ജനത്തെയാണ് ന്യായവിധിക്കാൻ വിളിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ന്യായപ്രമാണപ്രകാരം യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. യാഗപീഠം സജീവമായിരുന്നു. ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെട്ടു. പുറമേ നിന്ന് നോക്കുമ്പോൾ ആരാധന ഭംഗിയായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വലിയ കുറവുണ്ടായിരുന്നു. അവരുടെ യാഗങ്ങൾ വെറും ആചാരമായി മാറിയിരുന്നു. മൃഗയാഗങ്ങൾ അർപ്പിച്ചാൽ ദൈവത്തോടുള്ള കടമ നിറവേറ്റിയതായി അവർ കരുതി. എന്നാൽ ജീവിതത്തിൽ കപടതയും അനുസരണക്കേടും വഞ്ചനയും തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പറയുന്നു, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ദൈവത്തിന് അവരുടെ യാഗങ്ങൾ ആവശ്യമില്ലായിരുന്നു. യാഗങ്ങളുടെ ലക്ഷ്യം അവരുടെ ഹൃദയങ്ങളെ മാറ്റുക എന്നതായിരുന്നു. ശേഷം ദൈവം മറ്റൊരു വിഭാഗത്തെ തുറന്നു കാട്ടുന്നു. അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ ചൊല്ലുന്നു, എന്നാൽ ശിക്ഷണം വെറുക്കുന്നു. ദുഷ്ടരോട് കൂട്ടുകൂടുന്നു, വഞ്ചന ചെയ്യുന്നു, അപവാദം പറയുന്നു. ദൈവം വിധിക്കാത്തതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണെന്ന് അവർ കരുതുന്നു. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വിശുദ്ധിയെയും സ്വയം പര്യാപ്തതയെയും വെളിപ്പെടുത്തുന്നു. ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ ആരാധനയെ ആശ്രയിക്കുന്നവനല്ല, മറിച്ച് ആരാധന എന്നത് മനുഷ്യന് ദൈവത്തെ അറിയുവാൻ ദൈവം നൽകിയ കൃപാനിർഭരമായ ക്ഷണമാണ്. യഥാർത്ഥ ആരാധന എപ്പോഴും ജീവിത പരിവർത്തനത്തിലേക്കാണ് നയിക്കുന്നത്. നന്ദിയുള്ള ഹൃദയവും മാനസാന്തരപ്പെട്ട ആത്മാവും അനുസരണമുള്ള ജീവിതവുമാണ് ദൈവത്തിന് പ്രസാദകരമായ യാഗങ്ങൾ. ഈ സങ്കീർത്തനം പുതിയ നിയമത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. അവിടെ ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി പൂർണ്ണയാഗമായി അർപ്പിക്കപ്പെട്ടു. അതിനുശേഷം ദൈവം വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ തങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ്. ഈ സങ്കീർത്തനം ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെയും ശക്തമായി വെല്ലുവിളിക്കുന്നു. നാം എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കാം, മനോഹരമായി പാടാം, ഉദാരമായി വഴിപാടുകൾ നൽകാം, ശുശ്രൂഷകളിൽ സജീവരാകാം. എന്നാൽ പതുക്കെ ദൈവവുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടാം. ഇന്നും ദൈവം ചോദിക്കുന്നു, നിൻ്റെ അധരങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നിൻ്റെ ഹൃദയം മറ്റെവിടെയോ ആണ്. ഒരു ക്രിസ്ത്യാനിയുടെ പക്വത അളക്കുന്നത് മതപരമായ പ്രവർത്തനങ്ങളാൽ അല്ല, മറിച്ച് ജീവിതത്തിലെ പരിവർത്തനത്താലാണ്. ഞായറാഴ്ചയിലെ നമ്മുടെ ആരാധന തിങ്കളാഴ്ചയിലെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. ദാവീദ് നിയമപ്പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന ശേഷം ആരാധനയെ സ്ഥാപിച്ചതുപോലെ ഈ സങ്കീർത്തനം ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആചാരങ്ങൾ കൊണ്ട് മാത്രം ദൈവസാന്നിധ്യം നിലനിർത്താനാവില്ല. ജനങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തോട് വിശ്വസ്തമായിരുന്നാൽ മാത്രമേ രാജ്യം സുരക്ഷിതമാകൂ. യുദ്ധഭൂമിയിലെ വിജയം ആരാധനാലയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 53-ാം സങ്കീർത്തനം 14-ാം സങ്കീർത്തൻ്റെ ആശയം ആവർത്തിക്കുന്നുവെങ്കിലും മനുഷ്യരാശിയുടെ സർവ്വവ്യാപിയായ പാപഭ്രഷ്ടതയെ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. ദൈവമില്ലെന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദാവീദ് നിരീക്ഷിക്കുന്നത്. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറയുന്നു. ബൈബിളിൽ മൂഢൻ എന്നത് ബുദ്ധിയില്ലാത്തവനല്ല, ദൈവത്തിൻ്റെ അധികാരത്തെ തള്ളിക്കളയുന്നവനാണ്. അതിൻ്റെ ഫലം ധാർമ്മിക അധംപതനമാണ്.
അക്രമം വർദ്ധിക്കുന്നു, സത്യം അപ്രത്യക്ഷമാകുന്നു, ഉത്തരവാദിത്വ ബോധമില്ലാതെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു. ദാവീദ് സമൂഹത്തെ നോക്കി ഒരു നിഗമനത്തിലെത്തുന്നു: സ്വാഭാവികമായി നീതിമാനായ ഒരാളുമില്ല, എല്ലാവരും ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നു. എന്നാൽ സങ്കീർത്തനം പ്രത്യാശയോടെയാണ് അവസാനിക്കുന്നത്. രക്ഷ സിയോനിൽ നിന്ന് വരും, ദൈവം തൻ്റെ ജനത്തെ വീണ്ടും പുനഃസ്ഥാപിക്കും. ഈ സങ്കീർത്തനം എല്ലാ സാമൂഹിക പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അസ്ഥിരതയോ സാമ്പത്തിക മാന്ദ്യമോ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമോ അല്ല. ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ്റെ പാപപൂർണമായ ഹൃദയമാണ്. മനുഷ്യൻ ഉള്ളിൽ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളും ക്രമേണ തകരാൻ തുടങ്ങുന്നു. ഈ സങ്കീർത്തനം സുവിശേഷത്തിനും വഴിയൊരുക്കുന്നു. നീതിമാനായ ഒരാളുമില്ലാത്തതിനാൽ എല്ലാവർക്കും ദൈവകൃപ ആവശ്യമാണ്. പാപം നശിപ്പിച്ചതിനെ പുനഃസ്ഥാപിക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ക്രിസ്ത്യാനികളായ നാമും പ്രായോഗിക നിരീശ്വരവാദത്തെ സൂക്ഷിക്കണം. ഒരു വിശ്വാസി ഞായറാഴ്ച ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ആഴ്ചയിലെ ബാക്കി ദിവസങ്ങളിൽ പ്രാർത്ഥനയില്ലാതെയും ദൈവവചനത്തിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെയും ദൈവാശ്രയമില്ലാതെയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഓരോ സമയത്തും ഈ സങ്കീർത്തനത്തിൽ പറയുന്ന മൂഢൻ്റെ വഴിയിലാണ് നാം നടക്കുന്നത്. അടുത്ത തലമുറയെ ദൈവവചനത്തിൽ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും സഭയ്ക്കുമുണ്ട്. കാരണം സമൂഹങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവത്തെ വിട്ടുപോകുന്നില്ല, പതുക്കെ തലമുറകളിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദാവീദിൻ്റെ ശത്രുക്കൾ ദൈവഭയമില്ലാതെ ജീവിച്ചു. ചുറ്റുമുള്ള ജാതികൾ സൈനിക ശക്തിയിലും വിഗ്രഹങ്ങളിലും ആശ്രയിച്ചു. എന്നാൽ ദാവീദിൻ്റെ ആശ്രയം ജീവനുള്ള ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അവസാനം നീതി എപ്പോഴും ദൈവമില്ലായ്മയെ ജയിക്കുന്നത്. സങ്കീർത്തനം 60 ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രയാസമേറിയ യുദ്ധ സാഹചര്യങ്ങളിൽ ഒന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടത്. ഏദോമിന്മേൽ അന്തിമ വിജയം ലഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ കഠിനമായ തിരിച്ചടികൾ നേരിട്ടിരുന്നു. ദാവീദ് അത് മറച്ചു വയ്ക്കുന്നില്ല. അവൻ തുറന്നു പറയുന്നു: നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ ഞങ്ങളെ തകർത്തിരിക്കുന്നു, നീ ദേശത്തെ കുലുക്കിയിരിക്കുന്നു. ഇവിടെ ദാവീദ് യാഥാർത്ഥ്യം നിഷേധിക്കുന്നില്ല. ദേശത്തിൻ്റെ വേദന ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുകയാണ്. പിന്നീട് സങ്കീർത്തനത്തിൻ്റെ സ്വരം മാറുന്നു. ഓരോ ദേശവും ദൈവത്തിൻ്റേതാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. മോവാബും ഏദോമും ഫെലിസ്തീനും എല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. അവസാനം ദാവീദോട് ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു: ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. സ്ഥിരമായ ആശ്രയം പഠിപ്പിക്കാനായി ദൈവം ചിലപ്പോൾ താൽക്കാലിക പരാജയങ്ങൾ അനുവദിക്കുന്നു. നമ്മുടെ സുഖസൗകര്യത്തെക്കാൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനാണ് ദൈവം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പരാജയങ്ങൾ അഹങ്കാരം തകർക്കുന്നു, കാത്തിരിപ്പ് വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നു, പ്രാർത്ഥന സ്വാശ്രയത്തെ മാറ്റിസ്ഥാപിക്കുന്നു. സാഹചര്യങ്ങൾ നിരാശാജനകമായി തോന്നിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുന്നില്ല. ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാലങ്ങൾ അനുഭവിക്കും. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതുപോലെ തോന്നാം, കുടുംബ പ്രശ്നങ്ങൾ തുടർന്നേക്കാം, സാമ്പത്തിക ഭാരം മാറാതിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചേക്കാം, ശുശ്രൂഷ പ്രയാസകരമായേക്കാം. എന്നാൽ സങ്കീർത്തനം 60 നമ്മെ പഠിപ്പിക്കുന്നത് താൽക്കാലിക കഷ്ടതകളെ ദൈവത്തിൻ്റെ ശാശ്വത നിരാകരണമായി വ്യാഖ്യാനിക്കരുത് എന്നതാണ്. ദാവീദ് ദൈവത്തിൽ നിന്ന് ഓടിയില്ല, അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് ഓടിയത്. വിശ്വാസം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതല്ല, യാഥാർത്ഥ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ്. 2 ശമൂവേൽ 8 ദാവീദിൻ്റെ വിജയങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ സങ്കീർത്തനം 60 ആ വിജയങ്ങളുടെ പിന്നിലെ കണ്ണീരിനെ വെളിപ്പെടുത്തുന്നു. ചരിത്രം വിജയം രേഖപ്പെടുത്തുന്നു, സങ്കീർത്തനം പ്രാർത്ഥന രേഖപ്പെടുത്തുന്നു. പരസ്യമായ ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ സ്വകാര്യമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്നതാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 75 ഭൂമിയിന്മേലുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള ഭരണത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്. മനുഷ്യർ സ്വന്തം ശക്തിയിൽ പ്രശംസിച്ചേക്കാം, എന്നാൽ ന്യായവിധിയുടെ സമയം നിശ്ചയിക്കുന്നത് താൻ മാത്രമാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ കോപം നിറഞ്ഞിരിക്കുന്ന ഒരു പാനപാത്രത്തിൻ്റെ ദൃശ്യമാണ് ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നത്. അഹങ്കരിക്കുന്ന ഓരോ ജാതിയും ദുഷ്ടരായ ഓരോ ഭരണാധികാരിയും ഒരു നാൾ അതിൽ നിന്ന് കുടിക്കേണ്ടി വരും. അതേസമയം ദൈവം നീതിമാന്മാരെ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സ്ഥാനക്കയറ്റവും ഉയർച്ചയും ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദൈവം ചരിത്രത്തിൻ്റെ പരമാധികാരിയായ രാജാവാണ്. അവൻ്റെ അനുവാദമില്ലാതെ ഒരു സിംഹാസനവും സ്ഥാപിക്കപ്പെടുന്നില്ല. അവൻ്റെ ഹിതമല്ലാതെ ഒരു ഭരണാധികാരിയും നിലനിൽക്കുന്നുമില്ല. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് കാലാവധിയുണ്ട്. ദൈവത്തിൻ്റെ നീതി വൈകുന്നത് പോലെ തോന്നാം, എന്നാൽ അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് വിശ്വാസി ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു. കാരണം സർവ്വഭൂമിയുടെ ന്യായാധിപൻ എപ്പോഴും നീതിയുള്ളവനാണ്. ഇന്നത്തെ ലോകം സ്വയം ഉയർത്തപ്പെടാനുള്ള മത്സരത്തിലാണ്. അംഗീകാരം, സ്വാധീനം, പദവി
എന്നിവയ്ക്കായി മനുഷ്യർ മത്സരിക്കുന്നു. എന്നാൽ സങ്കീർത്തനം 75 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ബഹുമതി ദൈവത്തിൽ നിന്ന് മാത്രമേ വരൂ എന്നതാണ്. നമ്മെ തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്യുക. സത്യസന്ധതയില്ലാതെ മറ്റുള്ളവർ ഉയരുന്നത് കണ്ടാലും അസൂയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ നീതി അവൻ്റെ സമയപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ദാവീദ് ഒരിക്കലും തൻ്റെ കൈകൊണ്ട് രാജാവാകാൻ ശ്രമിച്ചില്ല. ശൗലിൻ്റെ പീഡനങ്ങൾക്കിടയിലും അവർ ദൈവ സമയത്തിനായി അവൻ കാത്തിരുന്നു. സമയം തികഞ്ഞപ്പോൾ ദൈവം തന്നെയാണ് അവനെ രാജാവായി സ്ഥാപിക്കുകയും ശത്രുക്കളെ കീഴടക്കുകയും ചെയ്തത്. ദാവീദിൻ്റെ ജീവിതം ഒരു മഹത്തായ സാക്ഷ്യമാണ്. ഉയർച്ച കർത്താവിൽ നിന്ന് മാത്രമാണ്. ഈ 4 സങ്കീർത്തനങ്ങളും ചേർന്ന് ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ആത്മീയ അടിത്തറ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 50 ശൂന്യമായ മതാചാരങ്ങളെക്കാൾ ആത്മാർത്ഥമായ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 53-ാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം ദൈവത്തെ തള്ളിക്കളയുന്ന ഹൃദയത്തിൽ നിന്നാണ് എന്ന് പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 60 ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് താൽക്കാലിക പരാജയം ഒരിക്കലും അവസാന വാക്കല്ല എന്നും. സങ്കീർത്തനം 75 ചരിത്രത്തെ ഭരിക്കുന്നതും താഴ്ത്തുന്നതും ഉയർത്തുന്നതും ദൈവം മാത്രമാണ് എന്നുമാണ്. 2 ശമൂവേൽ പുസ്തകത്തോടൊപ്പം ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദാവീദിൻ്റെ വിജയങ്ങൾ വെറും സൈനിക തന്ത്രങ്ങളുടെ ഫലമായിരുന്നില്ല എന്നതാണ്. അവ ആരാധിച്ചും വിശ്വസിച്ചും മാനസാന്തരപ്പെട്ടും ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നും ജീവിച്ച ഒരു ഹൃദയത്തിൻ്റെ ഫലമായിരുന്നു. ദാവീദിൻ്റെ രാജ്യം സ്ഥാപിച്ച അതേ ദൈവം എന്നും പൂർണ്ണ ഹൃദയത്തോടെ തന്നെ പിന്തുടരുന്ന വിശ്വാസികളിലൂടെ തൻ്റെ രാജ്യം പണിതുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനുള്ളത് എൻ്റെ ദൈവബന്ധം ആത്മാർത്ഥമായ ആരാധനയുടെയും പൂർണ്ണമായ ദൈവാശ്രയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണോ, അതോ പുറമേയുള്ള മതാചാരങ്ങളിൽ തൃപ്തിപ്പെട്ട് എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണോ? എൻ്റെ ചുറ്റും അഴിമതിയും അനീതിയും കാണുമ്പോഴും ജീവിതത്തിൽ തിരിച്ചടികളും നീതി വൈകുന്നതും അനുഭവിക്കുമ്പോഴും ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ച് അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുകയും തൻ്റെ ജനത്തെ സ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് ദൈവം മാത്രമാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ചിന്തകളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.